അങ്ങനെ മറ്റൊരു വിഷുക്കാലം വരവായി. നിങ്ങളെപ്പോലെ തന്നെ മാന്നാർ ക്രാഫ്റ്റും ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഓരോ വട്ടവും വിഷു ഒക്കെ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ വിഷു ഒക്കെ കണി ഒരുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും അടുത്ത വർഷമെങ്കിലും അടിപൊളിയാക്കും, കൂടുതൽ മികച്ചതാക്കണം. എല്ലാ വർഷവും നമ്മൾ വിചാരിച്ചും അടുത്ത വർഷം കൂടുതൽ മികച്ചതാക്കണം എന്ന്. അത് എത്ര നമ്മൾ ഒരുക്കിയാലും നമുക്ക് മതിയാകത്തില്ല. അത് ഈ ഒരു വിഷുക്കാലത്ത് അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് തോന്നി ഇന്ന കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ഉണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇല്ലെങ്കിൽ എനിക്ക് ഈ വർഷം നല്ല രീതിയിൽ വിഷു ഒരുക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കും. അത് മെയിൻലി നമുക്ക് കണ്ടുവരുന്നത് കേരളത്തിന് പുറത്തുള്ള നമ്മുടെ കൂടുതൽ കസ്റ്റമർ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരിലാണ് അത്. കാരണം അവർക്ക് നല്ല രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള ഇഷ്ടംപോലെ ഇഷ്യൂ ഉണ്ട്. അതിനുള്ള പ്രോപ്പറായിട്ടൊന്നും സാധനം കിട്ടിയില്ല, കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ എബ്രോഡ്, ഇപ്പോൾ USA ഉള്ളവർ അല്ലെങ്കിൽ ദുബായിലുള്ള കസ്റ്റമേഴ്സൊക്കെ ആ വിഷുവിൻ്റെ ഒക്കെ തലേന്നോ ഇല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് 2 ദിവസം മുമ്പൊക്കെ ആയിരിക്കും അവർക്ക് ഇതൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് തോന്നുന്നത്. അപ്പോഴത്തേക്ക് കാരണം ഒരു ടൈം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മാസം മുമ്പ് തന്നെ വിഷുവിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയത്. മാന്നാർ ക്രാഫ്റ്റ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന വിവിധ തരം വിഷുവിനുള്ള ഒരുക്കാനുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമുക്കൊന്ന് നോക്കാം. നമുക്ക് വിഷുവിന് ആദ്യം നമ്മൾ കണി ഒരുക്കുന്നത് കണി ഉരുളിയിലാണ്. ഇത് ഓട്ടുരുളിയാണ്. ഓട്ടുരുളി വരുമ്പോൾ ഏകദേശം ഒരു 8 ഇഞ്ച് മുതൽ ഏകദേശം ഒരു 19 ഇഞ്ച് ഡയമീറ്റർ വരെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോഴത്തെ ഈ ഒരു ഓട്ടുരുളി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് കുക്ക് ചെയ്യണമെങ്കിൽ കുക്കിങ് ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലെ പോളിഷൊക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെ ഡെക്കറേറ്റീവ് ആയിട്ട് പർപ്പസ് ആയിട്ടും തന്നെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിനകത്ത് ഒരുക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കുക്കും ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് ഇതുപോലത്തുള്ള ബ്രാസ് ഉരുളിയാണ്. ബ്രാസ് ഉരുളി വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ കുക്ക് ചെയ്യാറില്ല. നിങ്ങൾ കണിയൊക്കെ ഒരുക്കാനും ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡെക്കറേഷൻ പർപ്പസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലത്തുള്ള ഷീറ്റിലുള്ള ഉരുളി, ബ്രാസ് ഷീറ്റിലുള്ള ഇതുപോലത്തെ ഉരുളി. ഇപ്പം ഈ ബ്രാസ് ഉരുളി വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2 ഇഞ്ച് മുതൽ ഒരു 16 ഇഞ്ച് ഡയമീറ്റർ വരെ അവൈലബിൾ ആണ്. ഈ ഷീറ്റ് ഉരുളി വരുമ്പോൾ ഏകദേശം ഒരു 5 ഇഞ്ച് ഡയമീറ്റർ മുതൽ ഏകദേശം ഒരു 20 ഇഞ്ച് ഡയമീറ്റർ വരെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല, സെർവിങ്ങിനൊക്കെ പറ്റും. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കണിയൊക്കെ ഒരുക്കാനും പറ്റും, ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഡെക്കറേഷൻ പർപ്പസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലത്തുള്ള ഷീറ്റ് ഉരുളികൾ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ഒന്ന് ആറന്മുള കണ്ണാടികൾ. ആറന്മുള കണ്ണാടി നോർമലി ഒരു 3 മോഡലിലായിട്ടാണ് നോർമലി വരുന്നത്. ഇതുപോലെ നമുക്ക് ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാൽ കണ്ണാടി മോഡൽ വരുന്നുണ്ട്. പിന്നെ ഇതുപോലൊരു ബാക്ക് സ്റ്റാൻഡ് വരുന്ന കണ്ടില്ല, ബാക്ക് സ്റ്റാൻഡ് വരുന്ന ഒരു ആറന്മുള കണ്ണാടി മോഡൽ വരുന്നുണ്ട്. ഇതുപോലെ പീഠം വരുന്ന ആറന്മുള കണ്ണാടികൾ വരുന്നു. ഇങ്ങനെ 3 ടൈപ്പായിട്ടാണ് ആറന്മുള കണ്ണാടി വരുന്നത്. അതിൽ തന്നെ ഇഷ്ടംപോലെ മോഡലുണ്ട്. അത് ശംഖ് മോഡൽ ആയിക്കോട്ടെ, റൗണ്ട് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ അനുസരിച്ച് ഏത് മോഡൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന. ഇത് തന്നെ പല ഡയമീറ്ററിൽ, ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഡയമീറ്റർ ഒക്കെ വെച്ചാണ് പറയുന്നത്. അതും പല സൈസ് തന്നെ അവൈലബിൾ ആണ്. വിളക്കുകളാണ് മെയിനായിട്ട് വിഷുവിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിളക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം ഒരു മോഡൽ വിളക്കാണ് ഇതുണ്ട്. ഇതുപോലത്തെ പ്ലെയിൻ വിളക്ക്. ഇത് ഏകദേശം ഒരു 14 ഇഞ്ച് ഹൈറ്റ് മുതൽ ഏകദേശം ഒരു 6 അടി ഹൈറ്റ് ഒക്കെ വരെ ഇത് അവൈലബിൾ ആണ്. പിന്നെ ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വിളക്ക് മോസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള മോഡൽ ഇതാണ്. ഇത് വരുമ്പോൾ ഏകദേശം ഒരു 12 ഇഞ്ച് മുതൽ ഏകദേശം ഒരു 5.5 അടിയൊക്കെ പൊക്കം വരെ വരുന്നുണ്ട്. ഇത് തന്നെ നമ്മുടെ ചെറിയ മോഡൽ വിളക്കും, അതായത് ഒരു 5 ഇഞ്ച് മുതൽ ഒരു 10 ഇഞ്ച് വരെയൊക്കെയുള്ള ഇതിൻ്റെ ചെറിയ മോഡൽ വിളക്കും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗണപതി വിളക്ക്, അതായത് ഒരു 9 ഇഞ്ച് മുതൽ 14 ഇഞ്ച് വരെയുള്ള ഇതുപോലത്തുള്ള ഗണപതി വിളക്കും അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ചെറിയ വിളക്ക്, അതൊരു 6 ഇഞ്ച് മുതൽ ഒരു 20 ഇഞ്ചൊക്കെ വരെ തന്നെ അവൈലബിൾ ആണ്. ഇതിൽ തന്നെ വിക്സ് ഉള്ളത്, അതായത് തിരി ഇടാൻ പറ്റുന്ന മോഡലും അവൈലബിൾ ആണ്. ഇതുപോലത്തെ അഷ്ടമംഗല്യ വിളക്ക് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 8 ഇഞ്ച്, 10 ഇഞ്ച്, 12 ഇഞ്ച്, 14 ഇഞ്ച്, 16 ഇഞ്ച് അങ്ങനെ പല മോഡലായിട്ടും ഇതുപോലുള്ള അഷ്ടമംഗല്യ വിളക്കുകളും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ തൂക്കുകളൊക്കെ യൂസ് ചെയ്യാറുള്ളവരുണ്ട്. അപ്പോഴത്തേക്ക് അത് പല ഡയമീറ്ററിൽ തന്നെ ഉണ്ട്. അതായത് ഒരു 2 ഇഞ്ച് മുതൽ ഏകദേശം ഒരു 5-6 ഇഞ്ച് വരെ ഡയമീറ്ററുള്ള പല മോഡലായിട്ടുള്ള തൂക്കുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലത്തെ ലക്ഷ്മി വിളക്കുകളും തൂക്കിയിടാറുണ്ട്. ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള ലക്ഷ്മി വിളക്ക് കാര്യങ്ങളൊക്കെ തൂക്കിയിടാറുണ്ട്. ഇങ്ങനത്തെയുള്ള ലക്ഷ്മി വിളക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതുപോലുള്ള അഗർബത്തി സ്റ്റാൻഡുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കിണ്ടികൾ, പലതരത്തിലുള്ള കിണ്ടികൾ നമ്മൾ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 150 ml മുതൽ ഒരു 1.5 ലിറ്റർ ഒക്കെ കൊള്ളുന്നവരെയുള്ള കിണ്ടികളൊക്കെ അവൈലബിൾ ആണ്. അത് നമ്മൾ വിഷു കണി ഒരുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള ചെറിയ ദിയകൾ, അത് ഏകദേശം ഒരു 4 ഇഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇതുപോലുള്ള ചെറിയ ഇതുപോലൊക്കെയുള്ള ദിയകൾ, ഇതുപോലുള്ള കുബേർ ദിയകൾ, ഇതെല്ലാം നമ്മൾ വിഷുവിന് നോർമലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ചെറിയൊരു 1.5 ഇഞ്ച് പറ മുതൽ അവൈലബിൾ ആണ്. ഇതുപോലെ ഉള്ള വലിയ പറകൾ വരെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ വിഷുവിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ഇതുപോലുള്ള തിരുടാട തന്നെ നമുക്ക് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 6 ഇഞ്ച്, ഒരു 10 ഇഞ്ച്, 12 ഇഞ്ച്, 16 ഇഞ്ച് അങ്ങനെ പല വലിപ്പത്തിലും അവൈലബിൾ ആണ്. ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ കസവിലൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആറന്മുള കണ്ണാടി ഞാൻ പറഞ്ഞു, അത് തന്നെ അപ്പോൾ അത്രയും ബഡ്ജറ്റൊക്കെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ വാൽ കണ്ണാടികളും യൂസ് ചെയ്യാറുണ്ട്.
അതുപോലെ പറയുടെ കൂടെ തന്നെ നമുക്ക് ഇതുപോലെ ചങ്ങിഴിയോ നാഴിയോ ഒക്കെ വെക്കാറുണ്ട് പലരും. നെട്ടൂർ പെട്ടികൾ നമ്മൾ ഇതുപോലെ വെക്കാറുണ്ട്. അതിൻ്റെ അകത്ത് നാണയങ്ങളൊക്കെ ഇട്ടാണെങ്കിലും ഇങ്ങനെ വെക്കാറുണ്ട്. നെട്ടൂർ പെട്ടികളും കാര്യങ്ങളൊക്കെ. നെട്ടൂർ പെട്ടി വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 13 ഇഞ്ച്, ഒരു 10 ഇഞ്ച്, അങ്ങനെ പല സൈസിലായിട്ടാണ് നമ്മൾ അവൈലബിൾ. ഇതിപ്പോൾ ബ്രൗൺ കളറാണ്. ഇതിൻ്റെ തന്നെ ഓറഞ്ച് കളറും അവൈലബിൾ ആണ്. വിഷു കണി ഒരുക്കാനുള്ള വിവിധ തരം പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടു. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള സദ്യ ഒരുക്കണം. അപ്പോൾ സദ്യ ഒരുക്കാനും നമുക്ക് പലതരത്തിലുള്ള പ്രൊഡക്റ്റുകളുണ്ട്. അതുപോലെ നമ്മളിപ്പം സദ്യ ഒരുക്കാനുള്ള നമുക്ക് പായസം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തന്നെയാണെങ്കിൽ ഓട്ടുരുളികൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ 8 ഇഞ്ച് മുതൽ ഏകദേശം 19 ഇഞ്ച് ഡയമീറ്റർ വരെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഉണ്ണിയപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലുള്ള നാടൻ ഉണ്ണിയപ്പ കാര്യമുണ്ട്. അത് ഏകദേശം ഒരു 5 കുഴി, 7 കുഴി, 9 കുഴി, 11 കുഴി, അങ്ങനെ പല അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫിനിഷ് ഇഷ്ടപ്പെട്ടില്ല, ഇത്തിരി കൂടെ പോളിഷ് വേണമെങ്കിൽ ഇതുപോലത്തുള്ള പോളിഷ് ഉണ്ണിയപ്പക്കാരുകളും ഉണ്ട്. അപ്പോൾ ഈ പോളിഷ് ഉണ്ണിയപ്പക്കാർ വരുമ്പോൾ ഒരു 3 കുഴി, 5 കുഴി, 7 കുഴി, 9 കുഴി, 11 കുഴി, അങ്ങനെ പല ഇതാണ്. അപ്പോൾ അറ്റ് എ ടൈം നിങ്ങൾക്ക് ഇപ്പോൾ 11 കുഴിയാണെങ്കിൽ 11 ഉണ്ണിയപ്പം ഒറ്റ ടൈം വേണം. അപ്പോൾ നിങ്ങളുടെ ഫാമിലി എത്ര പേരാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് സൈസ് വേണമെന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സാമ്പാറോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കാനോ ഒക്കെയുള്ള ഇതുപോലുള്ള ചീനച്ചട്ടികൾ അവൈലബിൾ ആണ്. ഓടിൻ്റെ ചീനച്ചട്ടി അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഓടിൻ്റെ ചീനച്ചട്ടി വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 8 ഇഞ്ച് ഡയമീറ്റർ, 9 ഇഞ്ച് ഡയമീറ്റർ, ഒരു 10 ഇഞ്ച് ഡയമീറ്റർ, 12 ഇഞ്ച് ഡയമീറ്റർ, അങ്ങനെ പല സൈസിലായിട്ട് നിങ്ങളുടെ ആവശ്യം ഏതാണോ അത് എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള പാനകൾ നിങ്ങൾക്ക് ചെറിയ കറികളും കൂട്ടാനും ഉണ്ടാക്കാനും തോരനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇതുപോലുള്ള പാനകളും നമുക്ക് അവൈലബിൾ ആണ്. അത് ഏകദേശം ഒരു 6 ഇഞ്ച്, 8 ഇഞ്ച്, 9 ഇഞ്ച്, 10 ഇഞ്ച്, അങ്ങനെ പല ഡയമീറ്റർ ആയിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ മാന്നാർ ക്രാഫ്റ്റിൻ്റെ ഇതൊക്കെയാണ് പല വിവിധ തരം പ്രൊഡക്റ്റുകൾ നമുക്ക് വിഷുക്കണി ഒരുക്കാൻ പറ്റുന്നതും ഇല്ലെങ്കിൽ വിഷു സദ്യയൊക്കെ ഒരുക്കാൻ പറ്റുന്നതായിട്ടുള്ള വിവിധ തരം പ്രൊഡക്റ്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇത് തന്നെ പല സൈസിലുണ്ട്. അപ്പം നമ്മുടെ ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ എല്ലാം പ്രൊഡക്റ്റിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.manarcraft.com ആണ്. അതിൻ്റെ അകത്ത് കയറിയാൽ ഇതുപോലെ ഇഷ്ടംപോലെ പ്രൊഡക്ട്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഏത് വേണമെന്ന് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ നമ്മുടെ എക്സ്പേർട്സ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് വേൾഡ് വൈഡ് ഡെലിവറി ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്ത് എവിടെ നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് വിഷുക്കണി ഒരുക്കാൻ ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും നേരത്തെ തന്നെ എബ്രോഡ് ഉള്ളവരോ ഇല്ലെങ്കിൽ അതർ സ്റ്റേറ്റ് ഒക്കെ ഉള്ളവരോ ഇപ്പം തന്നെ പർച്ചേസ് ചെയ്യേണ്ടതാണ്. കാരണം ആ ഒരു ടൈം എത്തും. ഷിപ്പിങ്ങിനൊക്കെ ആണെങ്കിലും ഇത്രയും നല്ലൊരു ടൈം എത്തുന്നതാണ്. ഈ ഒരു പ്രൊഡക്റ്റുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഇത് ഉപകാരമാകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വട്ടം വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഈ വട്ടം വിഷു ഒരുക്കാനൊന്നുമില്ലായിരുന്നു, ഇത്രയും കൂടെ അടുത്ത വട്ടം റെഡി ആക്കണമൊക്കെ എന്ന് തോന്നുന്നവരെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ നമ്പർ കൊടുക്കാവുന്നതാണ്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒരു അഡ്വാൻസ് ആയിട്ടൊരു വിഷു ആശംസകൾ.